ലാസ്റ്റ് ലാബ് ലെസൺസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എങ്ങനെ അതിഭീകരമായിട്ടുള്ള കോൺഫിഡൻസോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് പോവാമെന്ന് ഇന്ന് നോക്കാം. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് മുമ്പേ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഫിഡൻസ് ഉണ്ടാവും. ഇനിയും അതിലൊരു പോരായ്മകളൊക്കെ വന്നെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിനോട് ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പരീക്ഷയ്ക്കായിട്ട് ഒരുപാട് എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്, ഇനിയും അതിനെ ബേസ് ചെയ്ത് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞുറപ്പിക്കുക. കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ തന്നെ ഒരു ശത്രു ഇരുന്ന് പറയുന്നുണ്ടാവും, നീ ഒന്നും പഠിച്ചിട്ടില്ലടാ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കൂടുന്ന കാര്യമല്ല, അതൊക്കെ വിട്ടേക്ക. ആ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ കളഞ്ഞാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സംസാരം പോസിറ്റീവ് ആവട്ടെ. നിങ്ങളെ പറ്റി ദുരന്ത വർത്താനം പറയാൻ നാട്ടുകാരൊക്കെ ഉണ്ടെന്നേ, നമ്മളെങ്കിലും നമ്മളോട് തന്നെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. പഠിച്ചതിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിൽ വിശ്വസിക്കുക, നിങ്ങളുടെ എബിലിറ്റികളിൽ വിശ്വസിക്കുക. ഇന്നു മുതലുള്ള ഓരോ മിനിറ്റും കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്യുന്നതാണ്, പ്രാക്ടീസ് ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ട് എക്സാം ഹോളിലെ കോൺഫിഡൻസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓൾ ദ ബെസ്റ്റ്.